അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട അറഫാത്ത് മൈതാനിയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസമാണ് ഇന്ന്. അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നഹു ലയുദ്നി, അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കും സൃഷ്ടികളോട്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതായ മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് അഭിമാനം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഉൻദുറു ഇലാ ഇബാദി, മലക്കുകളെ നിങ്ങൾ എൻ്റെ അടിമകളിലേക്ക് നോക്കൂ. അവർ എത്ര പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. എൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, എൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, എന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് ആഗ്രഹിച്ചുകൊണ്ട് അവരിതാ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിങ്ങൾ അവരിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അഭിമാനം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, യാ ബിലാൽ അൻസിത് ലി അന്നാസ്, ജനങ്ങളോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ നിശബ്ദത പാലിക്കൂ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഅശിറന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ. സഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാനി ജിബ്രീൽ ആനിഫ, ഇപ്പോൾ ഒരല്പസമയം മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. ഫഅഖ്റഅനി മിർ റബ്ബി അസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം എന്നെ അറിയിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞതായി ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ അറിയിച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫാത്ത്, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫാത്ത്. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തന്നിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അല്ലാഹു തആല എന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. ഫഖാമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ്സുൻ, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണോ? ഈ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർക്ക് മാത്രം ഉള്ളതാണോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ലക്കും, ഇത് നിങ്ങൾക്കുള്ളതാണ്. വലിമൻ അതാ ബഅദക്കും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം അറഫ മൈതാനിയിൽ അറഫ ദിവസം ഒരുമിച്ച് കൂടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഉള്ളതുകൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനികളെ, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളതായ മുഅ്മിനീങ്ങളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷിക്കുകയും മലക്കുകളോട് അഭിമാനം പറയുകയും ചെയ്യുന്ന സുന്ദരമായ ഈ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അല്ലാഹുവിലേക്ക് ധാരാളമായി ദുആ ചെയ്യുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടം കിട്ടിയ നല്ല അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അഅ്മാലുകൾ ഖബൂൽ ചെയ്യുകയും അവരുടെ ദോഷങ്ങൾ മാപ്പാക്കുകയും അവരുടെ ദുആയിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്ത് അല്ലാഹു തആല അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.